ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് +1 കെമിസ്ട്രി മൊത്തം ഹോൾ ചാപ്റ്റേഴ്സിൻ്റെ അകത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 80+ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ആദ്യത്തേത് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ the number of moles of solute divided by volume of solution in liter. Molarity is the number of moles of solute divided by volume of solution in liter. അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ എം വെച്ചാണ്. അടുത്തതായി മൊളാലിറ്റി, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. രണ്ട് തമ്മിൽ മാറിപ്പോരുത്. മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. മൊളാലിറ്റി എന്ന് പറയുന്നത് മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. മൊളാലിറ്റി സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ എം യൂസ് ചെയ്താണ്. ക്യാപിറ്റൽ ലെറ്റർ എം മൊളാരിറ്റി, സ്മോൾ ലെറ്റർ എം മൊളാലിറ്റി. അടുത്തത് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഒരു റിയാക്ഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ റിയാക്ടൻസ് ഉണ്ടാവണം. അപ്പോൾ രണ്ട് റിയാക്ടൻസിൽ രണ്ടോ അതിൽ കൂടുതലോ റിയാക്ടൻസ് ഉണ്ടാവും ഒരു റിയാക്ഷൻ്റെ അകത്ത്. ആ അതിലധികമോ ഉള്ള റിയാക്ടൻസിൽ ഏതാണോ മുഴുവനായും ഉപയോഗിക്കപ്പെടുന്ന റിയാക്ടന്റ്, ആ റിയാക്ടന്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു റിയാക്ഷനിൽ സപ്പോസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു റിയാക്ഷനിൽ എ ബി എന്നീ രണ്ട് റിയാക്ടൻസ് ഉണ്ടെന്ന് കരുതുക. നമ്മുടെ റിയാക്ഷൻ ഇതാണ്: A+B ഗീവ്സ് C+D. എ ബി എന്ന് പറയുന്നത് റിയാക്ടൻസ്, സി ഡി എന്ന് പറയുന്നത് പ്രോഡക്റ്റ്. അതായത് എയും ബിയും കൂടെ റിയാക്ട് ചെയ്ത് സി ഡി എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നു. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എ എന്ന് പറയുന്ന റിയാക്ടന്റ് പൂർണ്ണമായും ഉപയോഗിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ എയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ സപ്പോസ് എ എന്ന് പറയുന്ന റിയാക്ടന്റ് പൂർണ്ണമായിട്ടും ഉപയോഗിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ എയെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഒന്ന് കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതേപോലെ തന്നെ 4 ക്വാണ്ടം നമ്പേഴ്സ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആറ്റം മോഡൽസ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ബോർ ആറ്റം മോഡൽ, റൂദർഫോർഡ്സ് ആറ്റം മോഡൽ, ജെ തോംസൺസ് ആറ്റം മോഡൽ. ഇത്തരം ആറ്റം മോഡലുകൾ ഒന്ന് ജനറലായി ഒന്ന് നോക്കി പോകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാം പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ഭാഗങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ളത് പറയുന്നത്. അതിൽ കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. കോപ്പറിന്റെ കോൺഫിഗറേഷൻ വരുന്നത് കോപ്പറിന്റെ സിമ്പിൾ Cu, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d9. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോപ്പറിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ചേരുന്നത് ഡി ഓർബിറ്റലിലാണ്. ഡി ഓർബിറ്റലിൽ നിലവിൽ 9 ഇലക്ട്രോണുകളാണുള്ളത്. ഡി ഓർബിറ്റലിന്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ഇലക്ട്രോൺസ് ആണ്. അതായത് എപ്പോഴാണോ ഡി ഓർബിറ്റലിന് 10 ഇലക്ട്രോണുകളെ കിട്ടുന്നത്, ആ അവസ്ഥയിൽ ഡി ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെന്ന് പറയാം. കംപ്ലീറ്റ്ലി ഫിൽഡ് ആയാൽ ആറ്റം കൂടുതൽ സ്റ്റേബിൾ ആവും. അതുകൊണ്ട് കോപ്പർ എന്ത് ചെയ്യും? കോപ്പറിന് ആഗ്രഹം എപ്പോഴും സ്റ്റേബിൾ ആകാനാണ്. എങ്ങനെ സ്റ്റേബിൾ ആകാൻ സാധിക്കും? ഡി ഓർബിറ്റലിൽ കംപ്ലീറ്റ് ഫില്ല് ആയെങ്കിൽ ആറ്റം സ്റ്റേബിൾ ആവും. കംപ്ലീറ്റ് ഫില്ലാകാൻ ഡി ഓർബിറ്റലിന് ഒരു ഇലക്ട്രോണിനെ കൂടി വേണം. ആ ഒരു ഇലക്ട്രോണിനെ എവിടെ നിന്ന് ലഭിക്കും? ആ ഒരു ഇലക്ട്രോണിനെ എസിൽ നിന്ന് ബോറോ ചെയ്യും. ഇപ്പോൾ കോപ്പറിന്റെ പുതിയ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാവും? കോപ്പറിന്റെ കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d10. ഇതാണ് കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് ക്രോമിയത്തിലും കാണാൻ വേണ്ടി സാധിക്കും. ക്രോമിയത്തിൽ ഇതേപോലെ തന്നെ ലാസ്റ്റ് വരുമ്പോഴത്തേക്കിനും ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിനും എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിനും ഇതേ സ്റ്റെബിലിറ്റിയുടെ കാര്യമുണ്ട്. അതുകൊണ്ട് എസ് ഓർബിറ്റലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ക്രോമിയം വാങ്ങിക്കും. ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ അപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d5 എന്നാണ്. ശരിക്കും വരുന്നത് 4s2, 3d4 ആണ്. പക്ഷേ അത് മാറി 4s1, 3d5 ആയി ക്രോമിയത്തിന് നിൽക്കും. അടുത്തത് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, 4 സെറ്റ് ക്വാണ്ടം നമ്പറുകളുണ്ട്. ഏതൊക്കെയാണത്? ആദ്യത്തേത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ n. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ്
information about the energy of electron and the size of orbital or distance of electron from the nucleus. അതായത് ഒരു ന്യൂക്ലിയസ് ഇലക്ട്രോണുമായിട്ടുള്ള ഡിസ്റ്റൻസ് അതല്ലെങ്കിൽ ഒരു ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിന്റെ എനർജി, ഇതൊക്കെയാണ് സാധാരണയായി നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനകത്തുനിന്ന് കിട്ടുക. അല്ലെങ്കിൽ സൈസ് ഓഫ് ഓർബിറ്റലിന്റെ സൈസ് കണക്കാക്കാൻ മുമ്പേ പറഞ്ഞ അതേ കാര്യം ന്യൂക്ലിയസിൽ നിന്ന് ലാസ്റ്റിലത്തെ ഇലക്ട്രോണിലേക്കുള്ള അകലം, അതാണ് ഓർബിറ്റലിന്റെ സൈസ് നിന്ന് കിട്ടുന്നത്. ഈ ഡേറ്റാസ് ഒക്കെയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനകത്തുനിന്ന് കിട്ടുന്നത്. രണ്ടാമത്തെ ക്വാണ്ടം നമ്പേഴ്സ് ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് ML. ഇറ്റ് ഗീവ്സ് information about the angular momentum of the electron and the sub-level in which electron is present. ഒരു ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം അറിയാൻ സാധിക്കുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പറിനകത്തുനിന്നാണ്. മൂന്നാമത്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന് ഡിനോട്ട് ചെയ്യുന്നത് M. ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ നമ്പർ ഓഫ് ഓർബിറ്റൽസ്. വളരെ സിമ്പിളായി പറയാനാണെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഒരു ആറ്റം ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ തരുന്നത്. അടുത്തത് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് MS. ഒരു മാഗ്നറ്റിക് ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡിലോ ഇലക്ട്രോൺ ഏത് ദിശയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ, ഇതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ തരുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും എല്ലാമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. അതായത് പിയുടെ വാല്യൂവിന് എൽ എങ്ങനെയൊക്കെ ചേഞ്ച് ആകും, എല്ലിന്റെ വാല്യൂവിന് M എങ്ങനെയൊക്കെ ചേഞ്ച് ആകും, ആ വാല്യൂസ് ആ ഒരു റേഞ്ച് അതും കൂടെ ഒന്ന് നോക്കിപ്പോയാൽ നന്നായിരിക്കും. അടുത്ത ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ഓർബിറ്റലുകളുടെ ഷേപ്സിനെ പറ്റി പറയുന്നുണ്ട്. അതായത് S ഓർബിറ്റലിന്റെ ഷേപ്പ്, P ഓർബിറ്റലിന്റെ ഷേപ്പ്, D ഓർബിറ്റലിന്റെ ഷേപ്പ്. S ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ ഇൻ ഷേപ്പ് ആണ്. P ഓർബിറ്റൽ ഡംബൽ ഇൻ ഷേപ്പ് ആണ്. D ഓർബിറ്റൽ ഡബിൾ ഡംബൽ ആണ്. പിന്നെ നോഡ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. നോഡ് അതായത് ഒരു ഓർബിറ്റലിൽ ഇലക്ട്രോൺ കാണാൻ തീരെ സാധ്യതയില്ലാത്ത പ്ലേസിനെ പറഞ്ഞ പേരാണ് നോഡൽ പ്ലെയിൻ. ദാറ്റ് ഈസ് ദ സ്പേസ് അറൌണ്ട് ദ ന്യൂക്ലിയസ് വെയർ നോ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഈസ് നോൺ ആസ് നോഡ്. നമ്മൾ അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം S ഓർബിറ്റൽ സ്പെറിക്കൽ ഇൻ ഷേപ്പ് ആണ്. ദിസ് ഇസ് ഫോർ 1s, ദിസ് ഇസ് ഫോർ 2s. ഈ രണ്ട് സ്പെറിക്കൽ ഓർബിറ്റലിന്റെ ഇടയ്ക്ക് കാണുന്ന ഈ പോർഷൻ, ഇതിനെയാണ് നമ്മൾ നോഡ് എന്ന് വിളിക്കുക. അതായത് വേർ ദർ ഈസ് നോ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ. ഇതേപോലെ P ഓർബിറ്റലിനും ഉണ്ട്, D ഓർബിറ്റലിനും ഉണ്ട്. പിയുടെ ഷേപ്പ് ഡംബൽ. P ഓർബിറ്റലിന് വീണ്ടും മൂന്നായി തിരിക്കുന്നു, PX, PY, PZ. മാക്സിമം ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നത് 6 എണ്ണത്തിനെയാണ്. D ഓർബിറ്റലിനെ 5ആയി തരംതിരിക്കുന്നു, DXY, DXZ, DYZ, DX² - Y², DZ². ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്നും കൂടെ നോക്കിപ്പോയേക്കുക. അടുത്ത പാഠത്തിൽ നിന്ന് പീരിയോഡിക് ട്രെൻഡ്സ്. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ബേസ് എന്ന് പറയുന്നത് മോഡേൺ പീരിയോഡിക് ലോ ആണ്. മോഡേൺ പീരിയോഡിക് ലോ, ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. ഇതാണ് മോഡേൺ പീരിയോഡിക് ലോ. The physical and chemical properties of elements are periodic functions of their atomic numbers. ഈ പീരിയോഡിക് ലോയുടെ ബേസിലാണ് നമ്മളിപ്പോൾ കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ് കൂടി വരും, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അയോണൈസേഷൻ എനർജി കുറഞ്ഞു വരും. അതിന്റെ കാര്യം മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ നമുക്കറിയാം കൂടുതൽ ഓർബിറ്റലുകൾ ആഡ് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ കൂടുതൽ ഓർബിറ്റലുകൾ വരുമ്പോൾ ന്യൂക്ലിയസിന് ഏറ്റവും പുറത്തെ ഇലക്ട്രോണെ ഹോൾഡ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരും. അതിനാൽ തന്നെ അയോണൈസേഷൻ എനർജി കുറവായിരിക്കും. അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ലൂസ്ലി ഹെൽഡ് ഇലക്ട്രോൺ ഫ്രം ആൻ ആറ്റം. അയോണൈസേഷൻ എനർജി ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ലൂസ്ലി ഹെൽഡ് ഇലക്ട്രോൺ ഫ്രം ആൻ ആറ്റം. സോ ആറ്റത്തിന്റെ സൈസ് കൂടുന്തോറും ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി കൊടുത്താൽ മതിയാകും ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ. അതുകൊണ്ട് അയോണൈസേഷൻ എനർജി കുറവായിരിക്കും. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ സപ്പോസ് A, B എന്ന് പറയുന്ന രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നു. എങ്ങനെ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നു? ഇവ രണ്ടും ഇലക്ട്രോണിനെ ഷെയർ ചെയ്തുകൊണ്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നു. സപ്പോസ് B എന്ന് പറയുന്ന ആറ്റത്തിന് ഈ ഷെയറിങ്ങിലുള്ള ഇലക്ട്രോണിനെ അതിന്റെ അടുത്തേക്ക് കൂടുതൽ അടുപ്പിച്ച് നിർത്താനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇലക്ട്രോണിനെ തന്റെ അടുത്തേക്ക് കൂടുതൽ
ചേർത്ത് നിർത്താനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഹാലോജൻസിനാണ്, അതായത് ഗ്രൂപ്പ് 17 എലമെന്റ്സിനാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ എന്ന് പറയുന്ന ഹാലോജൻസിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ. അടുത്തതായി 4ാമത്തെ ചാപ്റ്ററിലെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് VSEPR തിയറി, ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ നമുക്കറിയാം. വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ? Hybridization is the mixing of atomic orbitals of almost same energy to give same number of orbitals with equal energies and identical shape. അതായത് ഏകദേശം ഒരേ എനർജി ഉള്ള അറ്റോമിക് ഓർബിറ്റൽസ് നമ്മൾ കൂടിച്ചേർന്ന് പുതിയ സെറ്റ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ: sp ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, sp2 ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, sp3 ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, sp3d2 ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, sp3d ഹൈബ്രിഡൈസേഷൻ ഉണ്ട്. ഈ എല്ലാ ഹൈബ്രിഡൈസേഷന്റെയും ഓരോ എക്സാമ്പിൾ അടക്കം നോക്കുന്നത് നന്നായിരിക്കും. NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട് ഓരോന്നിന്റെ എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ sp ഹൈബ്രിഡൈസേഷന്റെ എക്സാമ്പിൾ BeCl2, BeF2, BeH2, C2H2 എക്സെട്ര. അതിൽ ഈ BeCl2 ബെറിലിയം ക്ലോറൈഡ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. അതിന്റെ സ്ട്രക്ചർ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതൊന്ന് ഡീറ്റെയിൽ ആയി നോക്കി പോവുക. sp2 ഹൈബ്രിഡൈസേഷൻ തരുന്ന മോളിക്യൂൾസ് ആണ് BF3, BCl3 മുതലായവ. sp3 ഹൈബ്രിഡൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അമോണിയയും വാട്ടർ മോളിക്യൂളുമാണ്. sp3dക്ക് എക്സാമ്പിൾ PCl5, ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ്. sp3d2 സൾഫർ ഹെക്സാഫ്ലൂറൈഡ് SF6. ഈ മോളിക്യൂൾസ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെ നോക്കി പോവുക, അതിന്റെ സ്ട്രക്ചർ, പ്രോപ്പർട്ടികൾ മുതലായ കാര്യങ്ങൾ. അടുത്തതായി MO തിയറി. MO തിയറി നിങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ അകത്തും തന്നെ വരുന്ന 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് മോളിക്കുലർ ഓർബിറ്റൽസും ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്, അതേപോലെ ബോണ്ട് ഓർഡർ മുതലായ കാര്യങ്ങൾ വളരെ വ്യക്തമായി അല്ലെങ്കിൽ തറവായി തന്നെ പഠിച്ചു പോവുക. മോളിക്കുലർ ഓർബിറ്റൽ നമ്മൾ പറയുമ്പോൾ എനർജി ലെവൽ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എനർജി ലെവൽ ഡയഗ്രത്തിൽ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ N2 മോളിക്യൂൾ, O2 മോളിക്യൂൾ, അതേപോലെ ഇത് രണ്ടും അയോൺ ആകുന്ന അവസ്ഥയിലുള്ള സ്ട്രക്ചർ. അതൊന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. നൈട്രജൻ, ഓക്സിജൻ മോളിക്യൂളിന്റെ എനർജി ലെവൽ ഡയഗ്രാം. അടുത്ത യൂണിറ്റ് 5ലെ സ്റ്റേറ്റ് ഓഫ് മാറ്ററിന്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈഡ്രജൻ ബോണ്ടിങ്, അതേപോലെ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ്. ഈ 2 കാര്യങ്ങളും നോക്കണം. ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ്. ഇതേ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ന്യൂമറിക്കൽ പ്രതീക്ഷിക്കാവുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലുസാക്സ് ലോ, അവഗാഡ്രോ ലോ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കലിനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് PV = nRT ആണ്. 6ാമത്തെ യൂണിറ്റിൽ തെർമോഡൈനാമിക്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എൻട്രോപ്പി, എൻതാൽപ്പി, ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ് വരാം. അതേപോലെ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ തീർച്ചയായും നമ്മൾ നോക്കിയിരിക്കേണ്ട 2 എണ്ണമാണ് പാത്ത് ഫംഗ്ഷനും സ്റ്റേറ്റ് ഫംഗ്ഷനും. അടുത്ത 7ാമത്തെ യൂണിറ്റായ ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ള വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഒന്ന് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, ഹെൻട്രീസ് ലോ, ഡിഫറെന്റ് ആസിഡ് ബേസ് കോൺസെപ്റ്റ്സ്. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ എക്സ്റ്റേണലി ചേഞ്ച് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിയെന്ന് കരുതുക. ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ആ ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട് എന്ത് എഫക്റ്റ് ആണോ ആ സിസ്റ്റത്തിന് ഉണ്ടാകുന്നത്, സിസ്റ്റം സ്വയമേ ആ എഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ അതില്ലാതാകുന്ന രീതിയിലേക്ക് സിസ്റ്റം തന്നെ അറേഞ്ച് ചെയ്യും. അതിനെയാണ് അല്ലെങ്കിൽ അതാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ആസിഡ് ബേസ് കോൺസെപ്റ്റ്സ്, അരീനിയസ് കോൺസെപ്റ്റ്, ലെവിസ് കോൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് ആൻഡ് ലോറി കോൺസെപ്റ്റ്, ഈ കോൺസെപ്റ്റ്സിലൊക്കെ എന്താണ് ആസിഡ്, എന്താണ് ബേസ് എന്ന് പറയുന്ന ഡെഫിനിഷൻസ് ഉണ്ട്. ആ ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് കോൺസെപ്റ്റും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. റിഡോക്സ് റിയാക്ഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കാൽക്കുലേഷൻ ഓഫ് ഓക്സിഡേഷൻ നമ്പർ, അതേപോലെ ഇലക്ട്രോകെമിക്കൽ സെൽ. ഇലക്ട്രോകെമിക്കൽ സെൽസ്, ഇതേ ഇലക്ട്രോകെമിക്കൽ സെൽ +2 നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അടുത്ത എസ് ബ്ലോക്ക് എലമെന്റ്സിൽ നിന്ന് ഡയഗണൽ റിലേഷൻഷിപ്പ്, ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ, ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ. അപ്പോൾ അത്തരം കാര്യങ്ങൾ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പർട്ടിക്കുലർലി ഒന്നും കൂടെ വൃത്തിയാക്കി പഠിക്കുക. പി ബ്ലോക്ക് എലമെന്റ്സിൽ നിന്ന് അലോട്രോപ്സ് ഓഫ് കാർബൺ, ഡയമണ്ടും അതേപോലെ ഗ്രാഫൈറ്റും. ഡയമണ്ടിൽ ഓരോ കാർബൺ ആറ്റവും
അടുത്ത 3 കാർബൺ ആറ്റംസ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഡയമണ്ട് എന്ന് പറയുന്നത്. ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ള സബ്സ്റ്റൻസ് ആണ് ഡയമണ്ട് എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ് ലെയറി അറേഞ്ച്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ 2 ലെയറുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായിരിക്കും. ഈസിലി അതിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് നമുക്ക് ബ്രേക്ക് ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കുറവാണ് ഗ്രാഫൈറ്റിന്. ഡയമണ്ടിന് സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതലാണ്. തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം ഗ്രാഫൈറ്റ് ആണ്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള കാർബണിന്റെ ഫോം എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. പക്ഷേ ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഡയമണ്ട് ആണ്. പിന്നെ ഇതിൽ നിന്ന് പഠിക്കാനുള്ളതാണ് അമോണിയ, നൈട്രിക് ആസിഡ്, ബൊറാക്സ്, ഇതിന്റെയൊക്കെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ് എല്ലാം വളരെ വിശദമായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഈ 3 കോമ്പൗണ്ട്സ് വളരെ വൃത്തിയാക്കി നോക്കി പോവുക. ബൊറാക്സ്, അമോണിയ, നൈട്രിക് ആസിഡ്. പിന്നെ ബോറോൺ, നൈട്രജൻ മുതലായവയുടെ അനോമലസ് പ്രോപ്പർട്ടികൾ, അത് ഗ്രൂപ്പിലുള്ള ബാക്കി എലമെന്റ്സിൽ നിന്ന് വ്യത്യാസം കാണിക്കുന്നുണ്ട്. ബോറോൺ, നൈട്രജൻ, കാർബൺ മുതലായ എലമെന്റ്സ്. അപ്പോൾ അതാണ് അനോമലസ് പ്രോപ്പർട്ടിക്കകത്ത് പറയുന്നത്. അതും കൂടെ ഒന്ന് നോക്കുക. പിന്നെ ഹാർഡ്നെസ് ഓഫ് വാട്ടർ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 2 തരത്തിലുള്ള ഹാർഡ്നെസ് ഉണ്ട്. നമുക്കറിയാം പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ട്, ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്. പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനും ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതൊന്ന് നോക്കുക. അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് വാട്ടർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്, സ്ട്രക്ചർ ഓഫ് H2O ആൻഡ് സ്ട്രക്ചർ ഓഫ് H2O2, H2O ആൻഡ് H2O2 മനസ്സിലാക്കുക. അടുത്ത നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗാനിക് പോർഷൻസിലേക്ക് കടക്കാം. ഓർഗാനിക് പോർഷൻസിൽ മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വെച്ചിട്ടുള്ള നോമൻക്ലേച്ചർ. 2 രീതിയിൽ വരാം. കോമ്പൗണ്ട് തന്നിട്ട് അതിന്റെ പേര് എഴുതാൻ വരാം, അതല്ലെങ്കിൽ പേര് തന്നിട്ട് കോമ്പൗണ്ട് എഴുതാനും വരാം. നമുക്കറിയാം ആൽക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിന്റെ അകത്ത് ഇൻ ബിറ്റ്വീൻ ദ കാർബൺ ആറ്റംസ് ഓൺലി സിംഗിൾ ബോണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെയാണ് നമ്മൾ ആൽക്കെയിൻ എന്ന് പറയുന്നത്. ANE, ലാസ്റ്റ് ANE. ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ 2 കാർബൺ ആറ്റംസ് തമ്മിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ട് എങ്കിലും ഉണ്ടാവും. ഇതിനെയാണ് ആൽക്കീൻ, ALKENE. ആൽക്കൈൻ എന്ന് പറയുമ്പോൾ 2 കാർബൺ ആറ്റംസ് തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ആവും. ഇതാണ് ആൽക്കൈൻ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ആൽക്കഹോൾ എന്ന് പറയുന്നത് OH ആണ്. നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടിയിരിക്കട്ടെ, CH3CH2OH. എങ്ങനെ ഇതിന് നെയിം ചെയ്യുന്നത്? 2 കാർബൺ ആറ്റംസ്, കാർബൺ നമ്പർ 1 ആൻഡ് കാർബൺ നമ്പർ 2. 2 കാർബൺ ആറ്റംസ് ഉള്ളപ്പോൾ വേർഡ് റൂട്ട് ETH. സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ കാർബൺ ആറ്റംസ് തമ്മിൽ. അതുകൊണ്ട് ഇതൊരു ആൽക്കെയിൻ ആണ്. പേര് വരുന്നത് ഈഥെയിൻ ആണ്. പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ഉള്ളത് കൊണ്ട് ഇതൊരു ആൽക്കഹോൾ ആണ്. എങ്ങനെ ആൽക്കഹോളിന്റെ പേര് ചെയ്യും? ആൽക്കെയിനിന്റെ അവസാനത്തെ E എന്ന ലെറ്റർ റിമൂവ് ചെയ്ത് അവിടെ OL എന്ന് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കോമ്പൗണ്ടിന്റെ പേര് കിട്ടി എഥനോൾ, ETHANOL. ലാസ്റ്റ് E റിമൂവ് ചെയ്യുക, അവിടെ OL ചേർക്കുക. അതാണ് ആൽക്കഹോൾ വരുമ്പോഴുള്ളത്. ഇനിയും ആൽഡിഹൈഡ് ആണ് ഗ്രൂപ്പ് എന്നുണ്ടെങ്കിൽ CHO ഗ്രൂപ്പ് ആണ് ആൽഡിഹൈഡ്. സെയിം ഇതേപോലെ തന്നെ ആൽക്കെയിനിന്റെ അവസാനത്തെ E റിമൂവ് ചെയ്യുക, അവിടെ AL എന്ന് ചേർക്കുക. ആൽക്കഹോൾ ആണെങ്കിൽ OL, ആൽഡിഹൈഡ് ആണെങ്കിൽ AL. കീറ്റോൺ ആണെങ്കിൽ സെയിം. കീറ്റോണിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CO ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് കീറ്റോൺ CO. പേര് കൊടുക്കുമ്പോൾ അവസാനത്തെ E റിമൂവ് ചെയ്യുക, ONE ആഡ് ചെയ്യുക. കാർബോക്സിലിക് ആസിഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് COOH. കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ ആൽക്കെയിനിന്റെ അവസാനത്തെ E റിമൂവ് ചെയ്ത് അവിടെ ഓയിക് ആസിഡ് എന്ന് എഴുതുക. അടുത്ത ടോപ്പിക്കാണ് റെസൊണൻസ്. ഒരു കോമ്പൗണ്ടിന്റെ എല്ലാ പ്രോപ്പർട്ടികളും നമുക്കൊരു സിംഗിൾ സ്ട്രക്ചർ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറുകൾ വെച്ച് അതിനെ റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. അത്തരം സ്ട്രക്ചറുകളെയാണ് നമ്മൾ റെസൊണൻസ് സ്ട്രക്ചറുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെൻസീൻ നമുക്ക് എടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ബെൻസീൻ. ബെൻസീൻ്റെ ഈ 2 സ്ട്രക്ചറുകൾ എടുത്താൽ നമുക്കറിയാം ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ആണ് ബെൻസീനകത്തുള്ളത്. പക്ഷെ ഇതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ബെൻസീൻ്റെ സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സപ്പോസ് ഇപ്പോൾ A എന്നുള്ളൊരു സ്ട്രക്ചർ വെച്ച് മാത്രം നമുക്ക് ബെൻസീൻ്റെ എല്ലാ പ്രോപ്പർട്ടികളും പറയാൻ പറ്റില്ല. അതേപോലെ B എന്നുള്ള സ്ട്രക്ചർ വെച്ച് മാത്രം ബെൻസീൻ്റെ എല്ലാ പ്രോപ്പർട്ടികളും പറയാൻ പറ്റില്ല. അതുകൊണ്ട് കൺവീനിയൻസിനായി നമ്മൾ പറയും ബെൻസീനിന്റെ സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ഈ റിങ്ങിന്റെ അകത്ത് ഡീലോക്കലൈസ് ചെയ്തേക്കാണ്. ഇത്തരം സ്ട്രക്ചറുകളെയാണ് റെസൊണൻസ് സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇതിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒരു ഭാഗമാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. 2 തരത്തിലുള്ള ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ട്. +I ഇഫക്റ്റും -I ഇഫക്റ്റും ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. തീർച്ചയായും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇനി വരുന്നത് നെയിം റിയാക്ഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെയിം റിയാക്ഷൻ ആണ് കോൾബ്സ് മെത്തേഡ്. കോൾബ്സ് മെത്തേഡ് എന്ന് പറയുന്നത് സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് എ
carboxylic acid on electrolysis give alkane containing even number of carbon atoms. നമുക്ക് നെരു നോക്കാം. സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് എ കാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് നമുക്കറിയാം COOH ആണ് കാർബോക്സിലിക് ആസിഡ്. COOHലെ H മാറി അവിടെ സോഡിയമോ പൊട്ടാസ്യമോ വരികയാണെങ്കിൽ അതിനെ നമ്മൾ സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ എഴുതി നോക്കിയാൽ CH3COONA on hydrolysis, addition of water, then followed by electrolysis. നമുക്ക് കിട്ടുന്നത് ആൽക്കെയിൻ, സിംഗിൾ ബോണ്ട് മാത്രം CH3, സിംഗിൾ ബോണ്ട് CH3. ഇതാണ് കോട്സ് മെത്തേഡ്. കോട്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഓൺ ഇലക്ട്രോലിസിസ് യു വിൽ ഗെറ്റ് ആൽക്കെയിൻ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. When alkyl halide is treated with metallic sodium in presence of dry ether, a symmetrical alkane containing double the number of carbon atoms present in alkyl group is formed. Example, alkyl halide എടുക്കാം CH3Br alkyl halide ആണ്. When it is reacting with metallic sodium in presence of dry ether, നമുക്ക് കിട്ടുക CH3 പ്ലസ് 2NaBr. അപ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ റിയാക്ഷൻ സൈഡിൽ ഒരു കാർബൺ ആറ്റമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ പ്രോഡക്റ്റ് സൈഡിൽ 2 കാർബൺ ആറ്റം കിട്ടും. അതാണ് വുഡ്സ് റിയാക്ഷൻ്റെ ഒരു പ്രത്യേകത. ഡബിൾ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. റിയാക്റ്റൻറ്റിൻ്റെ ഡബിൾ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റിലെ കാർബൺ ആറ്റംസിൻ്റെ എണ്ണം, പ്രോഡക്റ്റിലെ ആൽക്കെയിനിൻ്റെ കാർബൺ ആറ്റംസിൻ്റെ എണ്ണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ഈസ് മാർക്കോനിക്കോസ് റൂൾ. മാർക്കോനിക്കോസ് റൂൾ പറയുന്നത് ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കെയിൻ ആണ്. അൺസിമെട്രിക്കൽ മീൻസ് ഡബിൾ ബോണ്ടിൻ്റെ 2 വശത്തുമുള്ള കാർബൺ ആറ്റംസിൻ്റെ എണ്ണം തുല്യമല്ല. ഇവിടെ എതിർവശത്ത് ഡബിൾ ബോണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ ആറ്റംസ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീൻ ആണ്. ഈ ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനും ഒരു അൺസിമെട്രിക്കൽ റിയേജന്റുമായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക? ഈ അൺസിമെട്രിക്കൽ റിയേജന്റിലെ നെഗറ്റീവ് പാർട്ട് HBr സ്പ്ലിറ്റ് ആയാൽ Br മൈനസും H പ്ലസും ആകും. ഈ നെഗറ്റീവ് പാർട്ട് ഡബിൾ ബോണ്ടിന്റെ ഇരുവശത്തുമുള്ള കാർബൺ ആറ്റത്തിൽ ഏത് കാർബൺ ആറ്റമാണോ ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളത് അങ്ങോട്ടേക്ക് പോകും. അതായത് ഇവിടെ ഡബിൾ ബോണ്ടിന്റെ ആറ്റത്ത് കിടക്കുന്ന 2 കാർബൺ ആറ്റംസ്, ഒന്നിത് നമ്പർ ചെയ്യുകയാണെങ്കിൽ സപ്പോസ് ദിസ് ഇസ് കാർബൺ നമ്പർ 1, ദിസ് ഇസ് കാർബൺ നമ്പർ 2. അപ്പോൾ കാർബൺ നമ്പർ 2ൽ ഒരു ഹൈഡ്രജൻ, കാർബൺ നമ്പർ 1ൽ 2 ഹൈഡ്രജൻ. അപ്പോൾ കുറവ് ഹൈഡ്രജൻ ഉള്ള കാർബൺ നമ്പർ 2ലാണ്. അതുകൊണ്ട് നെഗറ്റീവ് പാർട്ട് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഉള്ള കാർബണിലേക്ക് പോകും. ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് CH3CHBr ഡബിൾ ബോണ്ട് ബ്രേക്കായി ഒരു സിംഗിൾ ബോണ്ടേ ഉള്ളൂ. ഇപ്പോൾ സിംഗിൾ ബോണ്ട് ഈ കാർബണിലേക്ക് ഹൈഡ്രജൻ വന്നു ചേരും, നമുക്ക് CH3 എന്നുള്ള മേജർ പ്രോഡക്റ്റ് കിട്ടും. നേരെ തിരിച്ചും സംഭവിക്കാം, പക്ഷെ അത് മൈനർ പ്രോഡക്റ്റ് ആയിരിക്കും, അത് പരിഗണിക്കേണ്ട കാര്യമില്ല. ഇതാണ് മാർക്കോനിക്കോസ് റൂൾ പറയുന്നത്. ആന്റി മാർക്കോനിക്കോസ് റൂൾ ഇതിന്റെ നേരെ വിപരീതം. അതായത് ലെസർ നമ്പർ ഓഫ് ഭാഗത്തേക്ക് പോസിറ്റീവ് പാർട്ട് പോവും, ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള ഭാഗത്തേക്ക് നെഗറ്റീവ് പാർട്ട് വരും. ഇതാണ് ആന്റി മാർക്കോനിക്കോസ് റൂൾ പറയുന്നത്. അപ്പോൾ ഈ 2 റൂളുകളും ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതേപോലെ ഐസോമെറിസം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. കെക്യൂൾ സ്ട്രക്ചർ അല്ലെങ്കിൽ റിംഗ് സ്ട്രക്ചർ ഓഫ് ബെൻസീൻ എന്ന് പറയുന്നത് 2 ലെയറിൻ്റെ മുകളിലും താഴെയായിട്ട് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ വരുന്നതും അതിൻ്റെ റിംഗ് സ്ട്രക്ചറും ഒക്കെ വളരെ വൃത്തിയായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായും അതൊന്ന് പഠിച്ചു പോവുക. അതേപോലെ നാഫ്തലീൻ, ബെൻസീൻ, സൈക്ലോ ഹെക്സൈൻ, സൈക്ലോ പെൻറ്റൈൻ അതുപോലുള്ള സൈക്ലിക് ഫോംസ് അതും കൂടെ ഒന്ന് നോക്കുക. ബെൻസീൻ റിങ്ങിൻ്റെ അഡീഷൻ റിയാക്ഷൻസ് സൾഫനേഷൻ, നൈട്രേഷൻ, ആൽക്കൈലേഷൻ, അസൈലേഷൻ റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. +1ലും അതേപോലെ തന്നെ +2ലും ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് ബെൻസീൻ. പിന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് 2 മെത്തേഡ്സ് ആണ്. ഡിസ്റ്റിലേഷൻ, ക്രോമറ്റോഗ്രഫി ഏറ്റവും പ്രധാനപ്പെട്ട 2 മെത്തേഡ്സ് ആണ്. ടെക്സ്റ്റിൽ വേറെ മെത്തേഡ്സ് ഉണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡിസ്റ്റിലേഷൻ, ക്രോമറ്റോഗ്രഫി. ഡിസ്റ്റിലേഷൻ സ്റ്റീം വോളറ്റൈൽ ആയിട്ടുള്ള, അതായത് ബോയിലിംഗ് പോയിന്റിൽ വ്യത്യാസമുള്ള, വളരെ വിസിബിൾ ആയ വ്യത്യാസമുള്ള 2 ലിക്വിഡ്സ് തമ്മിൽ അതിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്.